കൊന്നിട്ടുണ്ടെന്നാ പറയുന്നത്. മോഡി ഒറ്റയ്ക്ക് 4000 കൊന്നിട്ടുണ്ടെങ്കിൽ മോഡി അപരാധമാണ്. എതിരുണ്ട് എനിക്ക്. ഞാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അഗൻസ്റ്റാണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അഗൻസ്റ്റാണ്. എനിക്ക് അങ്ങനെ പെട്ടുന്നതിലോ എന്നെ പറ്റി പറയുന്നതിലോ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കേട്ടില്ലേ, 4000 ആളുകളെ കൊന്ന ആളാണ് മോദി എങ്കിൽ അദ്ദേഹം അവതാര പുരുഷനാണ് എന്നൊരു BJP നേതാവ് പറയുന്നു. എന്താ ചെയ്യുക? നമ്മുടെ നാട്ടില് കൊന്നു എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയെ വളർച്ചയ്ക്കുള്ള വെറും ഒരു വളമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്രമോദി ഇന്ന് പ്രധാനമന്ത്രിയായി നിൽക്കുന്നത്. അത് BJP പ്രവർത്തകർ തന്നെ അംഗീകരിക്കുന്നു, ഒരു പൊതുവേദികളിൽ ഇരുന്ന് സംസാരിക്കുന്നു, അവരുടെ വീഡിയോസ് പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് പോലും എന്താ ചെയ്യുക? ജനാധിപത്യ രാജ്യത്ത് ഇമാതിരി കുറെ ഊളത്തരങ്ങൾ. എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരെ ഞങ്ങൾ ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയോട് ആദ്യം തന്നെ ഒരു മറുപടി തരാം. RSSന്റെ മുഖപത്രം നിങ്ങൾ വലിയ RSSകാരനല്ലേ, വായിക്കാറില്ലേ? നിരന്തരമായിട്ട് ഇപ്പൊ 3-4 ദിവസമായിട്ട് പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും എമ്പുരാൻ എന്ന സിനിമയും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ തന്നെ ഒരു BJP പ്രവർത്തകൻ ഒരു കേസ് കൊടുക്കുക, സിനിമ ഇവിടെ നിർത്തിവെക്കണമെന്ന് ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് അവസ്ഥ. എന്നിട്ടും നിങ്ങൾ പറയുന്നു ഞങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ചരിത്രത്തെയും സിനിമകളെയും ഇത്ര അധികം പേടിയാണോ? എന്താ ചെയ്യുക? അതൊന്നും കൂടാതെ പുസ്തകങ്ങൾ ഭയങ്കര ദേഷ്യ. നിങ്ങൾ ഇനി എത്ര നുണകൾ പറഞ്ഞാലും സത്യം അത് ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് വീഡിയോ കാണുന്നെ വേണം. എന്താണ് നരേന്ദ്രമോദി എന്ന് അവരുടെ നേതാവ് തന്നെ പറയുന്നത് കേൾക്കാം. 4000 ആളെ ഒറ്റയ്ക്ക് മോഡി കൊന്നിട്ടുണ്ടെന്നാ പറയുന്നത്. ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് മോഡി ഇത്രയും വലിയ ആവേശമായതിന്റെ ഒരു കാരണം, നമ്മുടെ പുരാണങ്ങളിൽ ശ്രീകൃഷ്ണൻ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്, ശ്രീരാമൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഇത്ര ആളുകളെ കൊന്ന ആളുകളെയാണ് അവതാര പുരുഷന്മാരെന്ന് പറയുന്നത്. മോഡി ഒറ്റയ്ക്ക് 4000 കൊന്നിട്ടുണ്ടെങ്കിൽ മോഡി അവതാര പുരുഷനാണ്. ഇതാണ് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി എന്നുള്ളത് ഭയങ്കര ക്രെഡിറ്റ് ആണ് ഇവർക്ക്. 59 കർസേവകർ മരണപ്പെട്ടു, അല്ല കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടു? അവര് സഞ്ചരിച്ച ബോഗിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ, അത് പുറത്തുനിന്ന് കത്തിച്ചതല്ല എന്ന് സയന്റിഫിക്കൽ തെളിവുകളുണ്ട്. അതുകൂടാതെ അതിന്റെ റിപ്പോർട്ടുകളുണ്ട്. ഇവർക്ക് ഫേവറായിട്ട് പിന്നീട് അത് മാറ്റി എഴുതിയപ്പോൾ നരേന്ദ്രമോദി അതാണ് ശരി എന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് അത് പറഞ്ഞു വെക്കൂ, കാരണം അയാളാണ് ഇതിൽ മുഖ്യ സൂത്രധാരൻ എന്ന് ബാബു ബജ്റാങ്കി തുറന്ന് പറഞ്ഞതാ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലിപ്പിലേക്ക് കിടക്കാം. എന്താണ് ഈ ഒരു സിനിമയിൽ നിന്നും മുറിച്ച് മാറ്റിയത് എന്ന് അരുണ് പറയുന്നുണ്ട്. സിനിമയിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയ ചിത്രങ്ങൾ, അത് കൗസർ ബാനു എന്ന് പറയുന്ന 9 മാസം ഗർഭിണിയായ പെൺകുട്ടിയെ, ആ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് സീന വെട്ടിമാറ്റാൻ പോകുന്നത്. കൗസർ ബാനു സാങ്കല്പികമാണോ? കൗസർ ബാനുവിന്റെ ഭർത്താവിന്റെ പേര് ഞാൻ പറയട്ടെ, ഫിറോസ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? 10 വർഷത്തിനു ശേഷം ഞാൻ സംസാരിക്കുകയാണ്, എന്റെ ഭാര്യയെ അവർ എങ്ങനെയാ ക്രൂരമായി റേപ്പ് ചെയ്തിട്ട് വയറ് പിളർന്ന് അതിൽ നിന്ന് ഭ്രൂണം പുറത്തേക്കെടുത്തു അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിറോസാണ് സ്വന്തം ഭർത്താവ് പറയാണ് 10 വർഷത്തിനു ശേഷം. കൗസർ ബാനു എന്താണ് പേര്? നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾ പോയി പഠിച്ചു നോക്ക്. നരോദ പാട്യ മാസക്കറിൽ സംഭവിച്ചത് എന്താണെന്ന് അക്കമിട്ട് പറയും. ചരിത്രമല്ലേ സുജിയ? ബിൽക്കിസ് ബാനുവിന് ഗർഭിണിയാകുന്ന സമയത്ത്, റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് 5 മാസമാണ് ഗർഭിണി. 5 മാസമാണ് അവരുടെ ശരീരത്തിൽ ഒരു കുഞ്ഞു വളരുന്നത്. അവരോടൊപ്പം പ്രായമായ 3 വയസ്സുള്ള കുഞ്ഞിനെ അല്ലേ എങ്ങനെയാ കൊന്നത്? തലക്കടിച്ചിട്ട് താഴേക്കെടുത്ത് പാറയിലടിച്ച് കൊല്ലുകയാണ്. എത്ര പേരാ പ്രതികൾ? 11 പേർ. ആ 11 പ്രതികളെയും കാലാവധി പൂർത്തിയാക്കാൻ മുമ്പ് പുറത്തിറക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ഒരു ശുപാർശ കൊടുത്തില്ലേ? അതിലുണ്ടായിരുന്ന BJP MLA പേരെന്താ? KL റൗൾജി. BJP MLA. നോക്കൂ, ആ സീനുകളാണ് വെട്ടിമാറ്റപ്പെടുന്നത്, ഇവരുടെ സാന്നിധ്യമാണ് വെട്ടിമാറ്റപ്പെടുന്നത്. ഇത് കേരളം ചർച്ച ചെയ്യുന്നതിനെ ഭയക്കുന്നു. തീർച്ചയായിട്ടും കേരളം അതിനെ ചർച്ച ചെയ്യുന്നത് ഭയക്കുക തന്നെയാണ് ചെയ്യുന്നത്. സിനിമ എന്ന മാധ്യമത്തെ ആ ഒരു രീതിയിൽ കാണാതെ ഇത് എന്തോ ഒരു സംഭവമാണ്, ഞങ്ങൾക്കിട്ടുള്ള പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് ചൊറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനതയും ഗുജറാത്ത് കലാപം എന്താണെന്ന് കൃത്യമായി പഠിച്ചു. BJP എന്താണ്, നരേന്ദ്രമോദി എന്താണ് എന്ന് ബജ്റാങ്കി ആയിട്ടുള്ള ബാബു, അന്ന് ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രമാണ് ബാബു ബജ്റാങ്കി, അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അന്ന് അയാൾ പറഞ്ഞ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ കണ്ട സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയില്ല. മുസ്ലിമുകൾ ഈ രാജ്യത്ത് ജീവിക്കാൻ അവർക്ക് യാതൊരു യോഗ്യതയില്ല, അവരെ കൊന്നൊടുക്കും, കത്തിച്ച് കളയുന്ന പറഞ്ഞത്. എനിക്ക് ഒരു ദിവസം കൂടി മോദി എന്ന് അനുവദിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കത്തിച്ച് കളഞ്ഞേനെ. എന്തൊക്കെ ഡയലോഗ് അടിച്ചിരുന്നത്. ഇന്ന് ഇതാ തില്ലങ്കേരി പറഞ്ഞ വാക്കും കൂടി ഇത് ഓരോന്നോരോന്ന് കുത്തി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അങ്ങനെ 4000 ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു യുഗപുരുഷനാണ്, ദൈവതുല്യനാണ് എന്നൊക്കെ പറയാനും മാത്രം ഇവരുടെ ചങ്കൂറ്റം വളരുന്നത് എന്തുകൊണ്ടറിയോ? ഇവർ ഭരിക്കുന്നത് കൊണ്ട്. ഈ ഭരണം ഒരിക്കൽ അട്ടിമറിക്കപ്പെടുമ്പോൾ ഇവർ പഠിക്കും. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ദൂരത്തേക്ക് BJPക്ക് അവരുടെ ഭരണം നഷ്ടപ്പെടുക തന്നെയാണ് വേണ്ടത്.
ഇതൊക്കെ കണ്ടുകൊണ്ട് കേരളത്തിൽ ഇവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ 2 തവണയല്ല 1000 തവണ ആലോചിക്കണം, അല്ലെങ്കിൽ അത് നല്ല പണി കിട്ടും എന്നുള്ളതാണ്. ലാലേട്ടന്റെ പഴയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് കേൾക്കാം. ഈ പൊതുബോധ്യത്തിനനുസരിച്ച് നീങ്ങാൻ സാധിക്കാത്ത ഒരാൾ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് താങ്കളുടെ നിഷ്കളങ്കത കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരു വിലയിരുത്തലുണ്ട്. വിവാദങ്ങളിൽ നിന്ന് മാറി നടക്കാൻ എപ്പോഴും മോഹൻലാൽ എന്നുള്ള നടൻ ബേസിക് ക്യാരക്ടർ അങ്ങനെയാണ്. കാര്യം എനിക്ക് വേറെ അതിൽ കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വെറുതെ ഹാപ്പി ആയിട്ടിരുന്നാൽ പോരെ, വല്ലവരുടെയും വയറ്റിലിരിക്കുന്ന ചീത്ത കേൾക്കുന്നതിനാണ് കാര്യമല്ലേ. അപ്പോഴും അറിയാതെ പെട്ടുപോകുന്നുണ്ട് മോഹൻലാൽ. ഇതൊക്കെ എന്താണ്, നിങ്ങളും പെടില്ലേ, ഇയാളും പെടില്ലേ, അവരും പെടില്ലേ. നമ്മൾ എന്താ ഇത് ഒരു ഭയങ്കര പ്ലാൻഡായിട്ട് സ്കീംഡായിട്ട് ലൈഫ് നടത്തുന്ന ആളൊന്നുമല്ല ഞാൻ. എനിക്കങ്ങനെ പെട്ടുന്നതിലോ എന്നെ പറ്റി പറയുന്നതിലോ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ഇനി എനിക്ക് ഇതൊരു പുതിയതായിട്ടൊരു വലിയ മോഹൻലാലാണെന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇതൊരു അഹങ്കാരത്തോടെ പറയല്ല, ഇതൊരു സത്യസന്ധമായ കാര്യം പറയാണ്. പെടുക എന്ന് പറയുന്ന വാക്ക് അല്ല, അത് നമ്മളൊരു കമൻറ്റ് പറഞ്ഞു, അതിൽ ഇൻ്റർപ്രിട്ടേഷനാണ്. അവർക്ക് അത് ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് ഹലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട ഹലോയിലുള്ള കുഴപ്പമാണ്. ഞാൻ പറഞ്ഞ വളരെ സത്യസന്ധമായിട്ടായിരിക്കും. ഓക്കെ, വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഗുജറാത്ത് കലാപ സിനിമയിൽ കാണിച്ചത് എന്ന് ഈ വാക്കുകളിലൂടെ, പഴയ ഇന്റർവ്യൂ ആണ് നോക്കണ്ട, കാരണം നിലപാടെന്നും ഒന്ന് തന്നെ ആയിരിക്കും. നട്ടലില്ലാത്ത നിലപാട് ഉണ്ണിപ്പിണ്ടി പോലെയാണെങ്കിൽ അതിന് മാറ്റം വരും. ഇവിടെ മോഹൻലാൽ പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ്. നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത് വേറെ രീതിയിലാകാം എന്നുള്ളതാണ് സത്യം. അത് തന്നെയാണ്. ഈ സിനിമ ഒരു സിനിമയായി മാത്രം കണ്ട മലയാളികളുടെ മുന്നിലേക്ക് ഗുജറാത്ത് കലാപം പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും BJP എന്ന രാഷ്ട്രീയത്തിനോട്, സംഘപരിവാറിനോട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും കൂട്ടാൻ അത് ഉപകാരപ്പെട്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. എമ്പുരാൻ എന്ന സിനിമ സത്യത്തിൽ എമ്പുരാനല്ല, അത് തമ്പുരാൻ തന്നെയാണ്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. കേരളത്തിലുള്ള മുഴുവൻ ഹിന്ദുക്കൾക്കും മുസൽമാനും ക്രിസ്ത്യൻസും എന്താണ് സംഘപരിവാർ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫാദർ പറയുന്ന ഈ വാക്കുകൾ. ഒന്ന് കേൾക്കാം. തിരക്കഥാകൃത്ത് ഈ കഥ എഴുതിയ ആള് മുരളി ഗോപിയെ അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ധീരതയാണ്. ഞാൻ അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരൊക്കെ എന്തിനാണ് പുറകോട്ട് പോയത്, അതും ആരും ആവശ്യപ്പെടാതെ തന്നെ അതിന് വഴങ്ങേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പ്രാണവായു പോലെ സംരക്ഷിക്കേണ്ട ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതായാൽ പിന്നെ നമ്മളൊരു ജനാധിപത്യത്തിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും എന്ത് കാര്യം, അത് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഇവിടെ ചർച്ചയാവുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. ആശ വർക്കേഴ്സ് കുറെ കാലങ്ങളായിട്ട് തെരുവീതിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവർ സമരമുഖങ്ങളുമായി മുന്നോട്ട് പോകുന്നു. തലമുടി പോലും മുണ്ടനം ചെയ്തുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ അതൊന്നും വാർത്തയാകുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ആണെങ്കിൽ പോലും നമ്മൾ തുറന്നു പറയേണ്ടത് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല. 2002 നടന്ന ഗുജറാത്ത് കലാപം ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ ഇന്ന് നടക്കുന്ന വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടത് അനിവാര്യമായ കാര്യങ്ങളാണ്. ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. ജീവശ്വാസം പോലെയുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മണിപ്പൂരിൽ ഒരു വിഷയം ഉണ്ട്. അപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനു നമ്മളെ കേരളത്തിൽ തന്നെ ഇപ്പോ വയനാട് ദുരന്തം നടന്നു. എന്താണ് നമുക്ക് കിട്ടിയത്? അപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തെയും തുറന്നു കാണിക്കണം എന്നുള്ളതാണ്. 51 വെട്ടിന്റെ കേസും പറഞ്ഞുകൊണ്ട് സംഘികൾ കിടന്ന് കരയുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. ഗുജറാത്തിൽ 58 പേര് മരിച്ചു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് 1040 ആണ് കണക്ക്. 2000-ന്റെ അകത്ത് ആളുകൾ, കണക്കിൽപ്പെടാത്ത ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി കിട്ടിയിട്ടില്ല. അവരൊക്കെ നിങ്ങളെ കൊന്നവരാണ് എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാരെ കൊന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ കൊന്നൊടുക്കിയ മുസ്ലിങ്ങളാണെന്നാണോ? ബിൽക്കിസ് ബാനുവിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ ഒന്നും അറിയാതെ വീടിന്റെ ഉമ്മറത്തിരുന്നിരുന്ന ആളുകളെ പോലും കൊന്നൊടുക്കിയിട്ടുണ്ട്. ആരോ ചെയ്തു എന്ന ഒരു നുണപ്രചരണം കൊണ്ട് നിങ്ങൾ കൊന്നൊടുക്കിയത് ആയിരക്കണക്കിന് പാവപ്പെട്ട ആളുകളെയാണ്. കാലങ്ങളായിട്ട് 1982 ആ ഒരു സമയം, 1969 ആ കാലഘട്ടത്തിലൊക്കെ ഗുജറാത്തിൽ കലാപങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഹൈന്ദവനും മുസൽമാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാലങ്ങളായി നടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇത്രയും നാളായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് കഴിയില്ല. കാരണം അത് മനഃപൂർവ്വം എരുതിയിൽ എണ്ണ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങളുടെ പാർട്ടി തന്നെയാണ്, ഭാരതീയ ജനതാ പാർട്ടി. അതിനൊരു തർക്കവും വേണ്ട. ഇന്നും പരിഹരിക്കപ്പെടാതെ ഇപ്പോഴും കോടതിയിൽ കിടക്കുന്ന കേസാണ് 2002 പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടതല്ലേ എന്നാണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കുറ്റവിമുക്തമാക്കി എന്നുള്ളതാണ്. നരേന്ദ്രമോദിയെ കുറ്റവിമുക്തമാക്കിയത് എങ്ങനെയാണ്, ഏതാണെന്നൊന്നും ഞാൻ ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല.
ഒരു ജഡ്ജ് മരണപ്പെട്ടു. കൃത്യമായിട്ട് ഇതിന്റെ റിപ്പോർട്ട് വെച്ച ഒരു ജഡ്ജ് മരണപ്പെട്ടു. നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? സഞ്ജീവ് ഭട്ട് ഇപ്പോഴും ജയിലിനകത്താണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെയുള്ള ഭരണകൂടത്തിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ്. ഇപ്പൊ ഒരു മനുഷ്യനും ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഫാദർ പറയുന്ന രണ്ടാമത്തെ വാക്ക്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇനി വെട്ടേറ്റാലും വെട്ടേറ്റില്ലെങ്കിലും ഈ ഒരാഴ്ചയോളം വെട്ടേൽക്കാതെ ഈ പടം ഓടിയെങ്കിൽ അതിന് ഒരു രാഷ്ട്രീയ ധർമ്മം ഉണ്ടായിരുന്നുവെങ്കിൽ, രാഷ്ട്രീയ ധർമ്മം ഇതിൽ കൂടി അവർ കണ്ടിരുന്നുവെങ്കിൽ, ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ അതിലൊരു രാഷ്ട്രീയ ദൗത്യം ഉണ്ടായിരുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യക്തമാണ്. തീർച്ചയായിട്ടും ആ ഒരാഴ്ചക്കുള്ളിൽ അത് ജനങ്ങൾ കണ്ടു തീർത്തു. ഇനിയും ഈ സിനിമ അതായത് കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമാണ് സെൻസർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്ത് ഈ ഒരു സിനിമ സെൻസർ ചെയ്ത പീസ് അല്ല കിടക്കുന്നത്. കൃത്യമായി എല്ലാം കിടക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ അവസരം ഇനിയുമുണ്ട്. അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഇടയിൽ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞൊരു വാക്കുണ്ടെന്ന് കേൾക്കാം. ഈ എമ്പുരാൻ വിഷയം വളരെ സജീവ ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിലും കൊണ്ടുവരുന്നുണ്ട് ഇടത് കോൺഗ്രസ് എംപിമാർ. എന്താണ് കാര്യത്തിൽ താങ്കളുടെ സിനിമാ പ്രവർത്തനം കൂടിയല്ലേ? വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്. അത്ര എനിക്ക് പറയാനൊക്കെ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് നടക്കുന്നത്. കേരളത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. അത് വെച്ച് കഷ്ടം, വളരെ കഷ്ടം. RSSന്റെ മുഖപത്രം ഒന്ന് വായിക്കാത്ത BJP കാരൻ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഏറ്റവും കൂടുതൽ കിടന്ന് കുരയ്ക്കുന്നത് നിങ്ങളുടെ പ്രവർത്തകരാണ് ഇതിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ പ്രവർത്തകനെ നിങ്ങൾ എന്തായാലും സസ്പെൻഡ് ചെയ്ത്, തൃശ്ശൂരിലുള്ള ഏതൊരു പയ്യൻ, നിങ്ങൾ തന്നെയാണ് കിടന്ന് കുരച്ചത്. അതോ വിരലിലെണ്ണാവുന്ന ആളുകൾ. അപ്പോഴേക്ക് മോഹൻലാൽ അങ്ങ് പേടിച്ചു. അതന്നെ, ആന്റണി പെരുമ്പാവൂരും പേടിച്ചു. പൃഥ്വിരാജ് പേടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പൃഥ്വിരാജിന് നിർവാഹമില്ലാതെ അത് ഷെയർ ചെയ്യേണ്ടി വന്നുള്ളതാ. ഇതിന്റെ എഴുത്തുകാരൻ ഇന്നും ഒരു പ്രശ്നമില്ലാതിരിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിന്റെ ഇടയിൽ ഞാൻ കണ്ട ഒരു വീഡിയോ, അത് നമ്മുടെ യോഗി ചേട്ടായിയുടെ ഒരു തമാശയാണ്. ഒന്ന് കേൾക്കാം. അച്ചടക്കം ഹിന്ദുക്കളിൽ നിന്ന് പഠിക്കണമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. റോഡുകൾ നിസ്കരിക്കാൻ അല്ല നടക്കാനുള്ളതാണ്. റോഡുകളിലെ നിസ്കാരം വിലക്കാനുള്ള തീരുമാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു യോഗിയുടെ പ്രതികരണം. 66 കോടി പേർ പങ്കെടുത്ത കുംഭമേളയിൽ അക്രമമോ അച്ചടക്ക ലംഘനമോ ഉണ്ടായിട്ടില്ല. സൗകര്യങ്ങൾ വേണമെങ്കിൽ അച്ചടക്കം പഠിക്കണമെന്നും UP മുഖ്യമന്ത്രി പറഞ്ഞു. എന്റെ പൊന്ന് പള്ളി, എന്താ പള്ളി പറഞ്ഞപ്പോഴാ എടോ, നിങ്ങൾ അവിടെയുള്ള മുഴുവൻ പള്ളികളും പൊളിച്ചടക്കിയിട്ട് നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ റോട്ടിൽ നിസ്കരിക്കുന്ന ആളുകളെ നിങ്ങൾ ചൂഷണം ചെയ്തിട്ട് പറയാണ് ഹിന്ദുക്കളെ കണ്ടുപഠിക്കുക. നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കളെ അല്ല കേട്ടോ, അങ്ങ് UPയിലെ ഹിന്ദുക്കളെ കണ്ടുപഠിക്കാനാ. അവിടെ ഒരു പരിപാടി നടത്തിയല്ലോ, 7000 കോടിയൊക്കെ ചെലവഴിച്ചിട്ട്. ഈ ഒരു പരിപാടി നിങ്ങളൊന്ന് കാണണം, കുംഭമേള. ഈ മഹാകുംഭയില് ഒരു തരത്തിലുള്ള വൃത്തികേടുകളും കണ്ടിട്ടില്ല, അവരെ കണ്ടു പഠിക്കുന്ന പറഞ്ഞത്. എന്റെ പൊന്നു മോനെ, കണ്ണടച്ചിരുട്ടാക്കല്ലേ. സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ വീഡിയോ കിടക്കുന്നുണ്ട്. നിങ്ങളിവിടെ മുങ്ങുമ്പോൾ ഇവിടെ കുറേ ഇത് തൂറുന്നത്. മലിനമായ ജലത്തിൽ പാവപ്പെട്ട സാധാരണക്കാർ മുങ്ങുമ്പോൾ VIP-കൾക്ക് അല്ലെങ്കിൽ VVIP-കൾക്ക് നല്ല വെള്ളം അങ്ങ് ദൂരെ നിങ്ങൾക്ക് യാത്ര ചെയ്ത് ബോട്ട് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെ എന്തൊക്കെയാണ് കാണിച്ചിരുന്നത്? അതാണല്ലോ കണ്ടുപഠിക്കേണ്ടത്. എന്താ ചെയ്യാ, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കണ്ടുപഠിക്കണം പോലും. ഇത് പൊതുവൽക്കരിച്ചിട്ട് ഒരിക്കലും പറയരുത് കേട്ടോ. നിങ്ങളെ കണ്ടുപഠിക്കണം എന്ന് നിങ്ങൾ പറയുക. ആ വീഡിയോ ഒന്ന് കേൾക്കാം എന്തായാലും. ठीक तो बोला, ठीक बोला है. सड़क चलने के लिए होती है, और जो लोग ये बोल रहे हैं ना, उनको हिंदुओं से अनुशासन सीखना चाहिए. 66 करोड़ लोग प्रयागराज में आए, और 66 करोड़ लोग, कहीं कोई लूटपाट नहीं, कहीं कोई आगजनी नहीं, कहीं कोई छेड़खानी नहीं, कहीं कोई तोड़फोड़ नहीं. ये होती है अनुशासन, यह है धार्मिक अनुशासन. परंपरागत मुस्लिम जुलूस को कभी रोका? कभी नहीं रोका. मुहर्रम के जुलूस निकलते हैं, हाँ, ये जरूर कहा कि भाई ताजिया की साइज थोड़ा छोटा करिए. इसलिए करिए क्योंकि तुम्हारी सुरक्षा के लिए हाई टेंशन तार होंगे, हाई टेंशन तार बदलेंगे नहीं तुम्हारे लिए. उसके साइज कम करो, क्योंकि हाई टेंशन की चपेट में आओगे, मर जाओगे. എന്റെ പൊന്നു മോനെ, എത്ര സന്യാസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറെ എണ്ണം താടി മൂടിയൊക്കെ വെച്ച് കണ്ണാടൊക്കെ ഇട്ട് സ്ത്രീകളെ ഉപദ്രവിച്ചത് നീ കണ്ടില്ല? എന്റെ കാക്ഷായ വസ്ത്രധാരിയായിട്ടുള്ള യോഗി ചേട്ടായി കാണില്ല. കാരണം നീ കാണുന്നത് VIP-കളുടെ ഭാഗമാണല്ലോ. അതുകൊണ്ടാണ്. സാധാരണക്കാരവിടെ എത്ര എണ്ണം മരിച്ചു ഇപ്പോഴും കൃത്യമായ ഒരു കണക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആളുകളുടെ ജഡവും അതൊക്കെ പറയാനെ കൂട്ടിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ അതിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുമില്ല. 7000 കോടി ഏത് രീതിയിൽ ഉപയോഗിച്ചു, അതിന്റെ എന്ത് വരുമാനം കിട്ടി, ഇതൊക്കെ ഒന്ന് കാണണ്ടേ, ഒന്ന് കേൾക്കണ്ടേ? എത്ര സ്ത്രീകളാണ് അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്? ഇതൊക്കെ അവരുടെ ചാനലുകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ കുളിക്കുന്ന സ്ത്രീകളുടെ വീഡിയോസ് UPയിലുള്ള യുവജനങ്ങൾ തന്നെയാണ് വീഡിയോ എടുത്തിട്ട് 2000-3000 രൂപക്കൊക്കെ
വിൽപ്പന നടത്തിയിരുന്നത് എന്നുള്ളത് അതൊക്കെ ന്യൂസിൽ വന്നതാ. അതാണ് കുംഭമേളയുടെ മഹാകാര്യം. നിങ്ങളെ കുറിച്ചിട്ട് സത്യം വിളിച്ച് പറയുന്ന ആളുകളോട് നിങ്ങൾക്ക് വിദ്വേഷം ഉണ്ടാവും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അവിടെയുള്ള പള്ളികളൊക്കെ തകർത്ത് മുസൽമാന്മാരെ പിന്നാലെ നടന്ന് അടിച്ചും വെടിവെച്ചും കൊന്നു കൂട്ടിയിട്ട് അവസാനം പറയാ നിങ്ങൾ എന്താണ് പൊതുയിടങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഓരോ ഹോളി നടക്കുമ്പോൾ പള്ളി മൂടിയിടുക, റോട്ടിലൂടെ പോകുന്ന ആളുകളുടെ മേത്തേക്ക്, ഇതിനൊരു വിശ്വാസം ഉണ്ടാവില്ല, അവരുടെ മേത്തേക്ക് ഈ ചാണകവെള്ളം ഒഴിക്കുക, അങ്ങനെ എന്തൊക്കെ ഊളത്തരങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു യോഗ്യതയുമില്ല എൻ്റെ യോഗി ചേട്ടായി. ഇനി അടുത്തത്, എമ്പുരാൻ എന്ന സിനിമയിൽ വെട്ടിമാറ്റപ്പെട്ട സീനുകൾ ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനുകളാണ് എന്ന് ഇന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 മിനിറ്റേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും സിനിമ ഒന്ന് കാണുന്നത് നല്ലതാണ്. എല്ലാ ഭാഗവും കട്ട് ചെയ്ത് ഇവർക്ക് കളയാനൊന്നും പറ്റില്ല, അത് അത്ര തന്നെ. ഒരു സിനിമയായിട്ട് കാണുക, ഒരു യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് കാണുക. സിനിമ കണ്ടു വന്നവരും കാണാത്തവരും ഗുജറാത്ത് കലാപം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുക. ഇനി BJP എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ അവരാവശ്യമാണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. നിങ്ങൾ എന്തായാലും രാജ്യത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം വോട്ടുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെയൊക്കെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.